ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ തുടർച്ചയായി നിലനിൽക്കുന്ന നിബന്ധനകൾ പലതും കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ചട്ടങ്ങൾ കാലോചിതമായി മാറ്റി പരിഷ്കരിക്കേണ്ടത് സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖമായി ബന്ധപ്പെട്ട ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് എതിരെ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ പീരുമേട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേശ് പറഞ്ഞു. കാര്യങ്ങൾ പോകുന്നു. എങ്ങനെയായാലും ഗവൺമെന്റ് രൂപീകരിക്കുമെന്നാണ് ഏറ്റവും അവസാനം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ രാഷ്ട്രീയ ചിത്രവും കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന നയങ്ങളുടെയും സമീപനങ്ങളുടെയും ഭാഗമായി ഈ സംസ്ഥാനത്തും ചില ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ കഴിഞ്ഞ തൊട്ടുമുമ്പലത്തെ മാസമാണ് നമ്മുടെ ശമ്പളം മുടങ്ങിയത്. നമ്മുടെ ഈ അടുത്തൊരു കാലത്ത് UDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്ത് പലതവണ നമ്മളത് അനുഭവിച്ചതാണ്. 15 ദിവസത്തെ ശമ്പളമേ കൊടുക്കാൻ കഴിയൂ, അത് കഴിഞ്ഞ് 15-ാം തീയതി കഴിഞ്ഞ് അടുത്ത ശമ്പളം കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മഹാനായ എ.കെ. ആന്റണി ഇവിടെ ഉണ്ടായിരുന്നു. ജീവനക്കാരന്റെ ലീവ് സറണ്ടർ ആനുകൂല്യം കൊടുക്കാനേ കഴിയില്ലെന്ന് പറഞ്ഞ കരുണാകരനും എ.കെ. ആന്റണിയും ഉണ്ടായിരുന്നു. സംസ്ഥാന ജീവനക്കാർ മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ ആനുകൂല്യവും 11-ാം ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളും ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ദിലീപ് സ്വാഗതവും ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി KS രാകേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിജുമോൻ, ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV സാജൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം PT ഉണ്ണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.